ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന പോലീസ് ഡ്രൈവർ എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല? ഓപ്ഷൻ എ ഇടുക്കി. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പാക്കിയ ആദ്യ ജില്ല? ഓപ്ഷൻ ബി മലപ്പുറം. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി? ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. സുനാമി എന്ന പദം ഏത് ഭാഷയിൽ ഉള്ളതാണ്? ഓപ്ഷൻ ബി ജാപ്പനീസ്. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ എ ലക്ഷദ്വീപ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം? ഓപ്ഷൻ എ മണികർണിക. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത്? ഓപ്ഷൻ ബി ഭഗത് സിംഗ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി? ഓപ്ഷൻ ബി ഇ ശ്രീധരൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ എ മൂന്നാം പദ്ധതിക്കാലത്ത്. കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി വയനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ ഡി ജഹാംഗീർ. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2005. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ്? ഓപ്ഷൻ ബി പരിസ്ഥിതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഓപ്ഷൻ ഡി ഭാരതരത്നം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ? ഓപ്ഷൻ സി കൽപ്പന ചൗള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? ഓപ്ഷൻ സി കേന്ദ്ര ഗവൺമെന്റിന്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ബീഹാർ. ഇന്ദിര പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ഒറീസ. തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം ലഭിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം? ഓപ്ഷൻ എ ഇടുക്കി. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ലോകസഭയിൽ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത്? ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർ. LICയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി മുംബൈ. ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം? ഓപ്ഷൻ ഡി ഗുജറാത്ത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം? ഓപ്ഷൻ എ ലോക്പാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒന്നാമത്തെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എത്ര? ഓപ്ഷൻ എ 24. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഓപ്ഷൻ ബി 5.5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി പഞ്ചാബ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഓപ്ഷൻ സി ദാമോദർ നദി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം? ഓപ്ഷൻ ബി ഭൂട്ടാൻ. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. മൂസിറസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം? ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? ഓപ്ഷൻ സി 10. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഓപ്ഷൻ എ പയ്യന്നൂർ. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻ ബി ബാംഗ്ലൂർ. ഹൈഗ്രോഗ്ലിഫിക്സ് ഏത് കാലഘട്ടത്തിലെ എഴുത്ത് രീതിയാണ്? ഓപ്ഷൻ സി ഈജിപ്ത് സംസ്കാരം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം.
അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം? ഓപ്ഷൻ സി ദക്ഷിണ ഗംഗോത്രി. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് ഇടവിട്ട് മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നാൽ? ഓപ്ഷൻ സി വാഹനം നിർത്തി ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. റോഡിന്റെ മധ്യത്തിൽ തുടർച്ചയായി ഇടവിട്ട വെള്ള വര സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ എതിരെ വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ച് വര മുറിച്ച് കടന്നു ഓടിക്കാം. CRDAയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ ഡി കോമൺ റെയിൽ ഡയറക്റ്റ് ഇൻജക്ഷൻ. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ? ഓപ്ഷൻ സി പെർമിറ്റ്. വൺ വേ ട്രാഫിക് നിയന്ത്രണമുള്ള റോഡിൽ ഇരുവശത്തേക്കും വാഹനം ഓടിക്കാവുന്നത്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപകടകരമായ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസിൽ അധികാരപ്പെടുത്തുന്ന കാലാവധി? ഓപ്ഷൻ ബി 1 വർഷം. വാഹനത്തിൽ അധിക ഭാരം കയറ്റി ഓടിക്കുന്നത്? ഓപ്ഷൻ ബി ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ആണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ധർമ്മം? ഓപ്ഷൻ ഡി ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും ബന്ധിപ്പിക്കുക. ഹെവി ഗുഡ്സ് വാഹനങ്ങൾ സ്കൂൾ പരിസരത്ത് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ? ഓപ്ഷൻ എ 30 കിലോമീറ്റർ. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവറുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത? ഓപ്ഷൻ സി 8ാം ക്ലാസ് പാസ്സായിരിക്കണം. ABSന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ ബി ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. കേരളത്തിൽ വാഹനങ്ങൾക്ക് പരമാവധി വേഗത അനുവദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ 4 വരി പാതകളിൽ. BS4 നിലവാരമുള്ള ഹെവി വാഹനങ്ങളിൽ ആഡ് ബ്ലൂവിൻ്റെ ഉപയോഗം? ഓപ്ഷൻ എ മലിനീകരണം കുറയ്ക്കാൻ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിന്റെ കാലാവധി? ഓപ്ഷൻ സി 5 വർഷം. ബ്രേക്ക് സിസ്റ്റത്തിലെ അൺലോഡർ വാൽവിന്റെ ധർമ്മം? ഓപ്ഷൻ ഡി എയർ ടാങ്കിലെ മർദ്ദം നിയന്ത്രിക്കുക. പകൽ സമയം ഹെവി വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കേണ്ടത്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിനു വേണ്ടി വാഹനം പരിശോധിപ്പിക്കപ്പെടേണ്ടത്? ഓപ്ഷൻ സി രജിസ്ട്രേഷൻ കഴിഞ്ഞ് 1ാം വർഷവും തുടർന്ന് ഓരോ 6 മാസത്തിലും. ചരക്കുവാഹനങ്ങളിൽ ആളുകളെ കയറ്റി സർവീസ് നടത്തുന്നത്? ഓപ്ഷൻ ബി ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റമാണ്. മറ്റൊരു വാഹനത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകാവുന്ന പരമാവധി വേഗത മണിക്കൂറിൽ? ഓപ്ഷൻ ബി 24 കിലോമീറ്റർ. ഒരു വാഹനത്തിന്റെ 4 ഇൻഡിക്കേറ്ററുകളും ഒരേ സമയം മിന്നിത്തെളിയിക്കുന്നത്? ഓപ്ഷൻ എ വാഹനം മുന്നോട്ട് പോകാൻ ആവാത്ത വിധം തകരാറിലാകുമ്പോൾ. ആദ്യത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻ നിർമ്മിച്ച വർഷം? ഓപ്ഷൻ സി 1886. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വശം ചെരിഞ്ഞോ തലകീഴായോ മറിയുന്ന അവസ്ഥ? ഓപ്ഷൻ എ റോൾ ഓവർ. 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഇല്ലാത്തത്? ഓപ്ഷൻ ബി വാൽവുകൾ. BHPയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ ഡി ബ്രേക്ക് ഹോഴ്സ് പവർ. ഭാരതത്തിൽ ഇപ്പോൾ നിലവിലുള്ള മലിനീകരണ മാനദണ്ഡം? ഓപ്ഷൻ ഡി BS4. വാഹനം വളവു തിരിയുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് ഡാഷ് മൂലമാണ്? ഓപ്ഷൻ സി സെൻട്രിഫ്യൂഗൽ ബലം. റോഡരികിലെ ഇടവിട്ട വെള്ളവരയുടെ അർത്ഥം? ഓപ്ഷൻ എ പാർശ്വ റോഡ് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നു. വളവ് തിരിയുന്ന വാഹനത്തിന്റെ വലതു വീലുകളുടെ വേഗത വ്യത്യാസപ്പെടുത്തി സ്ഥിരത നിലനിർത്തുന്ന സംവിധാനത്തിന്റെ പേര്? ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ മെക്കാനിസം. ബ്രേക്ക് പാഡുകൾ ഡാഷിന്റെ ഭാഗമാണ്? ഓപ്ഷൻ സി ഡിസ്ക് ബ്രേക്ക്. റോഡിന്റെ മധ്യത്തിൽ തുടർച്ചയായ മഞ്ഞവര സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി മുറിച്ചു കടക്കുന്നത് കുറ്റകരമാണ്. വാഹനത്തിന്റെ തെർമോസ്റ്റാറ്റ് ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ കൂളിംഗ് സിസ്റ്റം. ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ? ഓപ്ഷൻ ബി ഇന്ധനച്ചെലവ് കൂടും. വേഗം ഇരട്ടിയാക്കുമ്പോൾ ബ്രേക്കിംഗ് ദൂരം? ഓപ്ഷൻ ഡി 4 ഇരട്ടിയാകും. അപകടകരമായ വസ്തുക്കൾ കടത്തുന്ന ചരക്കു വാഹനങ്ങളുടെ നിറം? ഓപ്ഷൻ സി ഓറഞ്ചും വെള്ളയും. വൃത്താകൃതിയിലുള്ള ട്രാഫിക് സൈൻ ബോർഡിലെ നിർദ്ദേശം? ഓപ്ഷൻ ബി ലംഘിച്ചാൽ ശിക്ഷിക്കപ്പെടാവുന്നതാണ്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ? ഓപ്ഷൻ ബി റിയർവ്യൂ മിററിൽ കാണാൻ സാധിക്കാത്ത ഭാഗം. വെള്ള പശ്ചാത്തലത്തിൽ ചുവപ്പ് ബോർഡോട് കൂടിയ തലകീഴായ ത്രികോണാകൃതിയിലുള്ള ട്രാഫിക് അടയാളത്തിന്റെ അർത്ഥം? ഓപ്ഷൻ എ വഴി കൊടുക്കുക. സീബ്ര ക്രോസിംഗ് കാൽനടക്കാർ മുറിച്ചു കടക്കുമ്പോൾ? ഓപ്ഷൻ എ സ്റ്റോപ്പ് ലൈനിനു പിന്നിലായി നിർത്തണം. ട്രാഫിക് സിഗ്നൽ ലൈറ്റിൽ പച്ച ലൈറ്റിനു ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ? ഓപ്ഷൻ ബി നിർത്താൻ തയ്യാറായി വേഗത കുറയ്ക്കുക.
സ്റ്റെബിലൈസർ ബാർ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ സി സസ്പെൻഷൻ. മധ്യരേഖ വരച്ചിട്ടില്ലാത്ത റോഡുകളിൽ ഓടിക്കേണ്ടത്? ഓപ്ഷൻ ബി പരമാവധി ഇടതുവശം ചേർന്ന് ഓടിക്കണം. ഈ രേഖ കൈവശമില്ലെങ്കിൽ പരിശോധനാ ഉദ്യോഗസ്ഥന് വാഹനം പിടിച്ചെടുക്കാം. ഓപ്ഷൻ എ പെർമിറ്റ്. ഡീസൽ എഞ്ചിൻ ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ ഡി IC എഞ്ചിൻ. സിഗ്നൽ പോസ്റ്റിൽ ഇടത്തേക്കുള്ള പച്ച ആരോ മാർക്ക് ഉള്ള ലൈറ്റ് മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നാൽ ഓപ്ഷൻ ഡി വലതുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ ആദ്യം പോകാൻ അനുവദിച്ച ശേഷം പ്രവേശിക്കണം. ന്യൂട്രൽ ഗിയറിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് അമർത്തിയാൽ ഓപ്ഷൻ ഡി സ്റ്റാർട്ടർ മോട്ടറിന്റെ ആയുസ് കൂടും. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ്? ഓപ്ഷൻ എ പ്രോഗ്രസീവ്. സൈഡ് റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറി വലത്തേക്ക് പോകണമെങ്കിൽ ഓപ്ഷൻ ബി വലതുവശത്തെ ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിച്ച് പ്രധാന റോഡിന് തൊട്ടു മുമ്പായി സൈഡ് റോഡിന്റെ മധ്യഭാഗത്ത് നിർത്തി ഇരുവശത്തുമുള്ള വാഹനങ്ങൾ കടന്നുപോയ ശേഷം പ്രധാന റോഡിന്റെ ഇടതുവശത്തുകൂടി ഓടിച്ചു പോകണം. 2 പ്രധാന റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ ഓപ്ഷൻ സി വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും തെളിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഡാഷ്ബോർഡ് വാണിംഗ് ലാമ്പ്? ഓപ്ഷൻ സി പാർക്കിംഗ് ബ്രേക്ക് വാണിംഗ് ലാമ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്